ഹായ് ഹലോ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി വെച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ സവാള നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. സവാള ഞാൻ ഇവിടെ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1-2 സവാള എടുക്കാം. അത് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് 2-3 കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമാണെങ്കിൽ 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വറ്റൽമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് ഒന്ന് മതി. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല പുളിയുള്ള തക്കാളിയാണ് ഇവിടെ കിട്ടുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തക്കാളി ഒന്ന് കുക്കായി കിട്ടാനായിട്ട് അടച്ച് തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഓപ്പണാക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കണം. തക്കാളിക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം, പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇത് കുക്കായ ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കത്തുള്ളൂ. ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഇതിലേക്ക് കടുക് വറുത്തിടുന്ന ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അതേ പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചമ്മന്തി റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ തക്കാളി ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ സാമ്പാറിനും തേങ്ങ അരച്ച ചമ്മന്തിക്കും പകരം ഇത് ഉപയോഗിക്കാം. ഇത് വളരെ ടേസ്റ്റാണ്. ഇതിന് എക്സ്ട്രാ കടുക് വറുത്ത് ഞാൻ ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വേറൊരു ടേസ്റ്റും വേറൊരു ഫ്ലേവറും കൂടെ ആയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.